അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഒരു ചെറിയ യാത്രയ്ക്കായി ഞാൻ റെഡിയാവുമായിരുന്നു. ഈ യാത്ര കുറച്ച് സ്പെഷ്യലാണ്. കാരണം ഞാൻ പോകുന്നത് ഖാട്ടു ശ്യാംജിയെ കാണാൻ ആണ്. സത്യം പറഞ്ഞാൽ ഖാട്ടു ശ്യാംജി കാണുന്നത് എൻ്റെ കുറേ ദിവസത്തെ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ അത് നടക്കാൻ പോകുന്നു എന്ന് ഓർക്കുമ്പോൾ തന്നെ ഒരു വല്ലാതൊരു എക്സൈറ്റ്മെൻറ്റാണ്. അപ്പോൾ യാത്രയ്ക്ക് പോകുമ്പോൾ കുറച്ച് റെഡി ആവണമല്ലോ. ഞാൻ രാവിലെ തന്നെ റെഡിയായി കുറച്ച് മേക്കപ്പൊക്കെ ചെയ്തു. പിന്നെ എൻ്റെ ഫേവറേറ്റ് വൈറ്റ് ഔട്ട്ഫിറ്റാണ് ഇന്നത്തെ ലുക്ക്. ആക്ച്വലി ഒരു ട്രിപ്പ് പോകുമ്പോൾ റെഡി ആവുന്നത് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളൊരു സ്ഥലത്തിൽ പോകുമ്പോൾ അതിനു മുന്നേ ഏത് ഡ്രസ്സ് ഇടും, അതിന് മാച്ചായിട്ടുള്ള ഏത് സാൻഡലിടും, എങ്ങനെ മേക്കപ്പ് ചെയ്യും, അതൊക്കെയാണ് ഫസ്റ്റ് മൈൻഡിൽ വരുന്നത്. ഈ ട്രിപ്പ് ഒരു പ്ലാൻ ട്രിപ്പ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നോട് എത്നിക് വെയർ ഇല്ലായിരുന്നു. ടെമ്പിൾ പോകുമ്പോൾ എത്നിക് വെയർ ഇടുന്നതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ ഈ ഇട്ടിരിക്കുന്ന കുർത്ത ഇന്നലെ ഈവനിങ് എടുത്ത അടുത്തുള്ള ഒരു ട്രെൻഡ് ഷോപ്പിൽ നിന്ന് പോയി വാങ്ങിയതാണ്. നമ്മൾ ഏത് സ്ഥലത്തിന് പോകുമ്പോഴും ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. പക്ഷേ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അതിനൊരു പ്രത്യേകതര ഫീലാണ്. അങ്ങനെ എല്ലാം റെഡിയാക്കി ഞാൻ പുറപ്പെട്ടു. ആൻഡ് ദിസ് ഈസ് ഹൗ ഐ ലുക്ക്. എ കംപ്ലീറ്റ് ലുക്ക്. അങ്ങനെ ഞാൻ റെഡിയായി താഴെ ലോബിയിൽ എത്തിയപ്പോൾ എൻ്റെ കൊളീഗ്സ് അവിടെ ജോയിൻ ചെയ്തു. എല്ലാവരും റെഡിയാണ്. യാത്ര ഇപ്പോൾ ഒഫീഷ്യലി തുടങ്ങാൻ പോവുകയാണ്. അങ്ങനെ ഞാൻ ഇട്ടിരിക്കുന്ന ഔട്ട്ഫിറ്റിന് കുറച്ച് കോംപ്ലിമെൻറ്റ്സും കിട്ടി. This suit is looking so pretty, yaar. बहुत It's transparent a little bit. No, but बहुत it's looking so pretty, yaar. I want to buy something like that. मैं तो बस एक कुर्ती रख के क्या अब हमें ड्राइवर से थोड़ा आर्ग्यूमेंट्स करना पड़ेगा. നമ്മൾ ക്യാബ് ഡ്രൈവറോട് റേറ്റ് നെഗോഷിയേറ്റ് ചെയ്യുന്ന ഒരു ചെറിയ സീൻ ഉണ്ടായിരുന്നു. हाँ सर. इसमें मुझे 1500 रुपये दिखा. अभी टोल टैक्स में ऐड नहीं है आपके लिए. हाँ पता है. हाँ, जैसे आप यूज़ करोगे तो टोल टैक्स ऐड हो जाएगा आपके लिए. हाँ तो बताइए कैसे रहेगा. आप आपका प्राइस बोलिए ना. राउंड ट्रिप का आप नॉर्मली कितना दे लेते हो? मैम 28 लेते हैं. 2800 जिसमें पार्किंग और टोल टैक्स ऐड रहेगा. एडेड है ना. और आप ऐसे जल्दी जल्दी तो नहीं करेंगे हमको कि जल्दी दर्शन जल्दी करने आ जाओ. जाते हैं, आपको रात को 12 बजे तक तो आएंगे. आपको दिक्कत नहीं थोड़ा सा कम करो कि 3 लड़कियां हैं. है. मैम ये मैं आपको 100 सही रेट बताया यार. 2500 में कर दो भैया. मैम कैसे भी लोग उसमें टोल टैक्स पार्किंग भी दो. बताइए आप 300 रुपये तो ये ले चले. 100 रुपये की पार्किंग 200 रुपये टोल टैक्स हो गया. मैंने आपको एक्चुअली तो महंगा बताइए. 2500 आप देंगे तो टोल टैक्स आपके यहाँ दे देंगे. बताइए. नहीं टोल हमें नहीं देना. मैं दे दूँगा, कोई दिक्कत नहीं है. आप कैसे 25 में देख लो. 2500 में देख लो भैया. 300 रुपये चले जाएंगे ना पार्किंग के टोल टैक्स. दर्शन तो आपको भी मिलेगा ना भैया. ठीक है सर, आज भी कर लेना. नहीं हो पाएगा, नहीं होगा. 7 रुपये का भी जाएगा. CNG और 300 रुपये चले जाएंगे. ठीक है, we'll agree for 2000. That is better and civilized. 2600 कर दो. ठीक है सर. देखो नहीं करो आप नेगोशिएट. 2650 आपका भी नहीं हमारा भी नहीं. 2650 में चलो ना भाई. ठीक है चलो. അങ്ങനെ നമ്മൾ മാക്സിമം ബാർഗെയിൻ ചെയ്തു. അവനും വിട്ടില്ല, നമ്മളും വിട്ടില്ല. അങ്ങനെ കുറേ നേരത്തിൻ്റെ നെഗോസിയേഷന് ശേഷം നമ്മളൊരു റേറ്റിലെത്തി സെറ്റിലായി. പിന്നെ എല്ലാവരും ക്യാബിൽ കയറി യാത്ര തുടങ്ങി.
റോഡിൽ കൂടെ പോകുമ്പോൾ ഞങ്ങൾ യാത്ര എൻജോയ് ചെയ്തുകൊണ്ടായിരുന്നു. കുറച്ച് സംസാരിച്ചും കുറച്ച് പാട്ടുകൾ കേട്ടും അങ്ങനെയാണ് ജേർണി പോയത്. ഒരു യാത്രയുടെ ഏറ്റവും നല്ല ഭാഗം ഡെസ്റ്റിനേഷൻ മാത്രമല്ല, അതിൻ്റെ ഓരോ ചെറിയ മൊമെൻറ്റ്സാണ്. സൺഡേ ആയതുകൊണ്ട് വഴിയിൽ നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു. വീക്കെൻഡ് ആയാൽ ഇവിടെ ക്രൗഡും ട്രാഫിക്കും കുറച്ച് കൂടുതൽ തന്നെയാണ്. സൺഡേ അവോയ്ഡ് ചെയ്താൽ ട്രാവൽ ചെയ്യാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ നല്ല ട്രാഫിക്കിൽ കുറച്ച് നേരം സ്റ്റക്കായി. പക്ഷേ ട്രാഫിക്കൊക്കെ ആണെങ്കിലും നമ്മുടെ എക്സൈറ്റ്മെൻറ്റ് കുറഞ്ഞില്ല. എന്നു വെച്ചാൽ ഡെസ്റ്റിനേഷൻ ഖാട്ടുശ്യാമല്ലേ. വഴി കൂടെ പോകുമ്പോൾ ഒരു കാഴ്ച എന്നെ ശരിക്കും അട്രാക്റ്റ് ചെയ്തു. കയ്യിൽ നമ്മൾ പോകുന്ന ടെമ്പിളിൻ്റെ കൊടി പിടിച്ചും പാടിയും ജപിച്ചും നടന്നു പോകുന്ന കുറേ പേര് കാണാൻ കിട്ടും. നമ്മൾ വന്ന ക്യാബ് ടെമ്പിൾ വരെ പോകത്തില്ല. അങ്ങനെ ക്യാബിൽ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ടെമ്പിൾ വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഈ റിക്ഷ എടുത്ത് പോയി. ടെമ്പിളിലേക്ക് പോകുന്ന വഴിയിൽ ഞങ്ങൾക്ക് നല്ല വിശപ്പ് തോന്നി. അതുകൊണ്ട് വയലിൽ കണ്ട ഷുഗർ കെയിൻ ജ്യൂസ് കണ്ടപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ അതിൻ്റെ അടുത്തേക്ക്. വിശപ്പ് കൊണ്ടാണ് കുടിച്ചതെങ്കിലും ആ ഒരു ഗ്ലാസ് ഷുഗർ കെയിൻ ജ്യൂസ് തന്നെ ആ സമയത്ത് ഒരു ഫുൾ മീൽ പോലെ തോന്നി. ദർശനത്തിന് ക്യൂവിൽ നിന്നപ്പോൾ കുറച്ച് സമയമെടുത്തു. അങ്ങനെ ആ മൊമെൻറ്റ് വന്നു. ഖാട്ടു ശ്യാംജിയെ നേരിട്ട് കണ്ടപ്പോൾ ശരിക്കും പറയാൻ വാക്കുകളില്ലായിരുന്നു. മനസ്സിൽ പ്രാർത്ഥിച്ചതൊക്കെ ഒരു നിമിഷം കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റിയില്ല. ആ ഒരു ദർശനം മാത്രം തന്നെ ഈ യാത്രയ്ക്ക് ഫുൾ മീനിങ് കൊടുത്തു. സൺഡേ ആയതുകൊണ്ട് തന്നെ ക്രൗഡ് കുറച്ച് കൂടുതലായിരുന്നു. പക്ഷേ ഇത്രയും ക്രൗഡ് ഉണ്ടായിരുന്നെങ്കിലും എല്ലാവരുടെ ഒരു ലക്ഷ്യം മാത്രമായിരുന്നല്ലോ, അതാണ് ഖാട്ടു ശ്യാംജിയുടെ ദർശനം. എങ്ങോട്ട് നോക്കിയാലും ഡിവോട്ടീസ് ഓഫർ ചെയ്ത ആ റോസസ് കാണാം. ശ്യാംജിക്ക് റോസ് വളരെ ഇഷ്ടം എന്നാണ് ഇവിടെ വിശ്വാസം. അതുകൊണ്ട് ഭക്തന്മാർ ഇത്രയും റോസ് അവിടെ സമർപ്പിക്കുന്നു. ദർശനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനവിടെ ഒരു വിഷ് ത്രെഡ് കിട്ടി. എൻ്റെ ചെറിയ വിഷ് പൂർത്തിയാകണമെന്ന് മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ത്രെഡ് അവിടെ കിട്ടി. പിന്നെ തിരിച്ചുള്ള യാത്ര തുടങ്ങി. പക്ഷേ തിരിച്ചു പോകുമ്പോൾ മനസ്സിലുണ്ടായിരുന്ന ഒരു വലിയ സാറ്റിസ്ഫാക്ഷനാണ്. ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് അത് നടക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് വേറെ തന്നെയാണ്. വഴിയിലൊരു ചെറിയ ടീ ബ്രേക്ക് എടുത്തു. തിരിച്ചു പോകുമ്പോഴും നല്ല ട്രാഫിക്കായിരുന്നു. കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തു. പിന്നെ വഴിയിലെ ബ്യൂട്ടിഫുൾ നേച്ചർ വ്യൂസൊക്കെ എൻജോയ് ചെയ്തു. അങ്ങനെ ഫൈനലി ഞാൻ എൻ്റെ ഹോട്ടലിലെത്തി. ഒരു ദിവസം മുഴുവനും ട്രാവൽ, ട്രാഫിക്, ക്രൗഡ്, ദർശനം, നടക്കൽ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ലിറ്ററലി എക്സോസ്റ്റഡ് ആയിരുന്നു. ഇതോടെ എൻ്റെ ഖാട്ടു ശ്യാം വ്ലോഗ് അവസാനിക്കുന്നു. ജയ് ശ്രീ ശ്യാം.